BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. കാപ്പ കേസിൽ ബി.ജെ.പി കൗൺസിലർ ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസം കൊണ്ട് ബി.ജെ.പി ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് യു.ഡി.എഫ്. എന്നാൽ അവിശ്വാസ പ്രമേയത്തിൽ എൽ.ഡി.എഫിന്റെ നിലപാട് ഇതുവരെ വ്യക്തമായിട്ടില്ലെങ്കിലും അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന സൂചന മുൻ മന്ത്രി ശിവൻകുട്ടി നൽകി. അവരുമായി ചർച്ചയ്ക്ക് മുൻകൈയെടുത്തിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി എൽ.ഡി.എഫ് നിലപാടെടുക്കട്ടെ എന്നാണ് യു.ഡി.എഫ് നേതാവ് ശബരിനാഥൻ അറിയിച്ചത്. ഇതിനിടെ കോർപ്പറേഷനിൽ മേയർ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രി കെ.എം. ഷാജിക്ക് എൽ.ഡി.എഫ് പരാതി നൽകി. കാപ്പ കേസിൽ ജയിലുള്ള ബി.ജെ.പി കൗൺസിലർ സുഗതന്റെ വിഷയം കൗൺസിലർ ചർച്ച ചെയ്യാൻ പോലും മേയർ തയ്യാറായിട്ടില്ലെന്ന് എൽ.ഡി.എഫ് കക്ഷി നേതാവ് SP ദീപക് ആരോപിച്ചു. ബി.ജെ.പിയാണ് CPM-ന്റെ മുഖ്യ ശത്രുവെന്ന് ശിവൻകുട്ടി പറഞ്ഞു. അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുകയെന്നതാണ് തത്വത്തിൽ പാർട്ടിയുടെ തീരുമാനമെന്നും ഇതിനായി അവിശ്വാസ പ്രമേയത്തിന്റെയും നിയമപോരാട്ടത്തിന്റെയും വഴി സ്വീകരിക്കുമെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. പ്രതിപക്ഷം ഭിന്നിച്ചു നിൽക്കുകയാണെങ്കിലും ഭരണത്തിലേറി 6 മാസം പിന്നിടുമ്പോൾ തന്നെ അവിശ്വാസ പ്രമേയം നേരിടേണ്ടി വരുന്നത് ബി.ജെ.പിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. അതേസമയം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ ആകെ അംഗസംഖ്യയുടെ 1/3 പേരുടെ ഒപ്പ് വേണം. നഗരസഭാ കൗൺസിലിൽ 101 പേരായതിനാൽ പ്രമേയത്തിൽ 34 അംഗങ്ങളുടെ പിന്തുണയുള്ള ഒപ്പുണ്ടായിരിക്കണം. പ്രമേയം പരിഗണിക്കുമ്പോൾ കൗൺസിലിന്റെ ക്വാറം തികയ്ക്കാൻ ആകെ അംഗസംഖ്യയുടെ മുന്നിൽ 2 പേർ ഹാജരായിരിക്കണമെന്നാണ് വ്യവസ്ഥ. അതായത് കോർപ്പറേഷൻ കൗൺസിലർമാരിൽ 68 പേർ ഹാജരായിരിക്കണം. 51 പേരുടെ പിന്തുണയുണ്ടെങ്കിലും പ്രമേയം പാസ്സാകും. കോൺഗ്രസിനോ CPM-നോ ഒറ്റയ്ക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാകില്ല. കോൺഗ്രസിന് 20 LDF-ന് 29 അംഗങ്ങളുമാണ് നിലവിലുള്ളത്. കോൺഗ്രസ് വിമതനായ സുധീഷ് കുമാറിന്റെ കൂടി പിന്തുണ ലഭിച്ചാൽ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 50 ആകും. അതേസമയം ജയിലിലുള്ള സുഗതൻ എത്തിയില്ലെങ്കിൽ ബി.ജെ.പി കൗൺസിലർമാരിൽ ഒരാളുടെ കുറവുണ്ടാകും. സ്വതന്ത്ര കൗൺസിലർ പാറ്റൂർ രാധാകൃഷ്ണന്റെ പിന്തുണ ഉറപ്പായാലും ബി.ജെ.പിക്ക് 50 പേരുടെ പിന്തുണയെ ലഭിക്കൂ. ഈ സാഹചര്യത്തിൽ ഇരുപക്ഷത്തിന്റെയും അംഗബലത്തിൽ 50-50 എന്ന വോട്ട് നില വന്നാൽ അവിശ്വാസ പ്രമേയം അസാധുവാകും. അതിനാൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് വോട്ടിനിട്ടാൽ പോലും ഭരണസമിതിക്ക് വെല്ലുവിളിയാകില്ലെന്ന ആശ്വാസത്തിലാണ് ബി.ജെ.പി. വീണ്ടും ഒരു അവിശ്വാസ പ്രമേയം വരണമെങ്കിൽ 6 മാസത്തെ സമയമെടുക്കും. അതേസമയം നഗരസഭയിൽ ഭരണസ്തംഭനം ആരോപിച്ച യു.ഡി.എഫ് തിങ്കളാഴ്ച പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മ്യൂസിയത്തിൽ നിന്നും നഗരസഭാ ആസ്ഥാനത്തേക്ക് കൗൺസിലർമാരുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.